ഹായ് ഗൈസ്. സോ ഈ വീഡിയോ ഷെയർ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലേ, അപ്പോൾ പിന്നെ എന്തായാലും ഷെയർ ചെയ്യലേ നടക്കുള്ളൂ. ഒന്ന് ലൈക്കും അടിക്കുക. മേ ബി യൂട്യൂബൊക്കെ ഒന്ന് ഒന്ന് പുഷ് ചെയ്ത് വിടട്ടെ. വേറെ വല്ലവരുടെയും വീഡിയോ വരുന്നുണ്ട്, നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളും വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ പോയിന്റിലോട്ട് കിടക്കാം. ഇപ്പം നമ്മൾ ഈയിടെയായിട്ട് കുറേ നാളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈ മുല്ലപ്പെരിയാറിൻ്റെ കാര്യമാണ്. ഈ മുല്ലപ്പെരിയാർ ആക്ച്വലി ഇപ്പം ഇപ്പം ഇതിനകത്ത് തന്നെ ഉണ്ടല്ലേ, മറ്റേ മുല്ലപ്പെരിയാർ ഡാം ഇസ് ബ്രേക്കിംഗ് ടൈം ബോംബ് അങ്ങനെയുള്ള കാര്യം റസൽ ജോയ് പറയുന്നതാണ്. പുള്ളി വിത്ത് പ്രൂഫാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് പുള്ളി ചുമ്മാ അല്ലെങ്കിൽ തന്നെ പുള്ളിക്ക് ഇത് പറഞ്ഞിട്ടെന്ന് കാണിക്കാനാണ്? പുള്ളിക്ക് വല്ലോ നേടാൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പം ഞാൻ പറയാൻ പോകുന്നത് മുല്ലപ്പെരിയാറിൻ്റെ ഇഷ്യൂ അല്ല ശരിക്കും. ഈ മുല്ലപ്പെരിയാർ ഡാമാണല്ലോ, അപ്പം ഡാമിൻ്റെ ഇഷ്യൂ ആണ്. അപ്പം ഞാൻ ആക്ച്വലി ഇതിനെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, വെറുതെ ഗൂഗിളിലും പിന്നെ ഈ യൂട്യൂബിലും അതുകൂടാതെ ചാറ്റ് GPT ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പം ഇത് ബേസിക്കലി എനിക്ക് സെർച്ച് ചെയ്യാൻ തോന്നിയത് ഈ മുല്ലപ്പെരിയാറിൻ്റെ ഇഷ്യൂ ആയിട്ടല്ല. കാര്യം ഞാനൊക്കെ എറണാകുളത്തുള്ളതാണ്. അപ്പം മുല്ലപ്പെരിയാർ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെയാണ് ആദ്യം പോകുന്നത്, അത് വേറെ കാര്യം. അപ്പം അതുകൊണ്ടല്ല ബേസിക്കലി ഞാൻ ഇത് സെർച്ച് ചെയ്തത്. 2018 സെർച്ച് ചെയ്തത്. അത് അന്ന് അത്രയും വലിയ വെള്ളപ്പൊക്കം വന്നപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തത്. അതിനൊരു കാര്യം ഞാൻ പറയാം. പണ്ടെന്ന് പറയുമ്പോൾ ഞാനൊക്കെ ഇപ്പം ഒരു ഏകദേശം ഒരു 90കളിൽ ജനിച്ച പിള്ളേർക്ക് ഒക്കെ അറിയാവുന്ന കാര്യമാണ്. പണ്ട് ഞങ്ങളൊക്കെ അതായത് ഒരു 7 വയസ്സൊക്കെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ 10 വയസ്സ് 15 വയസ്സൊക്കെ ഉള്ള ആ ഒരു സമയത്ത് വെള്ളം കയറാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് വള്ളം കളിക്കുക. ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ വള്ളമൊക്കെ ഉണ്ട്. അങ്ങനെ ഈ വെള്ളം കയറുന്ന മിക്ക വീടുകളിലും അടുത്തൊക്കെ വള്ളമൊക്കെ കാണും, ക്ലബ്ബുകളിലൊക്കെ ആയിട്ട് വള്ളം കാണും. അപ്പം അടുത്ത് ഒക്കെ നമ്മളൊക്കെ എല്ലാ ദിവസവും പുഴയിൽ പോയി കുളിക്കുന്ന ആളാണ് അന്ന് കേട്ടോ. ഇപ്പോൾ പുഴയിൽ പോയി കുളിച്ച് കഴിഞ്ഞാൽ ഞാൻ 2 തവണ പുഴയിൽ പോയി കുളിച്ചു. അന്ന് തന്നെ വീട്ടിൽ വൈകുന്നേരം വന്ന് പൊരിഞ്ഞ പനി മാറുമില്ല, 2 ആഴ്ച പനിയായി കിടക്കുമായിരുന്നു. ഒരു രക്ഷയില്ല. അത്രയ്ക്ക് ഈ കണ്ട കക്കൂസ് മാലിന്യമൊക്കെ അല്ലേ. ഒന്ന് വെള്ളത്തിലൊന്ന് ചിലപ്പോൾ ഒന്ന് പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വായിലൊക്കെ വെച്ച് വെള്ളം കയറിപ്പോയി കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് വൈറസും ബാക്ടീരിയയൊക്കെ അല്ലേ കയറുന്നത്. അപ്പോൾ അതിപ്പം പറ്റില്ല. ഞാൻ പറഞ്ഞു പണ്ടൊക്കെ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 വയസ്സ് തൊട്ടേ ഞങ്ങളൊക്കെ ഈ പുഴയിൽ പോയി നീന്തി നടന്നുകൊണ്ടിരുന്നതാണ്. അതായത് എൻ്റെ ഫാദറും അതെ, അതുപോലെ ഗ്രാൻഡ് ഫാദർ, എല്ലാവരും ആക്ച്വലി ഈ പുഴയുടെ സൈഡിലുള്ളവരുടെ പ്രത്യേകത. പുഴ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ നിന്നൊരു 100 മീറ്റർ കഷ്ടിച്ചില്ല, 5 മിനിറ്റ് 10 മിനിറ്റ് കടന്നു കഴിഞ്ഞാൽ പുഴയിൽ. അപ്പം പറഞ്ഞു വന്നാൽ അപ്പം പണ്ട് വെള്ളം കയറാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇത് ബേസിക്കലി ഇതിപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഓഡിയൻസ് ആരാന്ന് അറിയില്ല. കേരളത്തിലുള്ള എല്ലാവരും മേ ബി. പക്ഷേ ഞാൻ ചെറിയ പിള്ളേരുടെ അടുത്താണ് കൂടുതൽ പറയുന്നത്. കാര്യം വലിയവർക്കൊക്കെ ഇത് അറിയാം ഓബ്വിയസ്ലി. 10-15 വയസ്സുള്ള പിള്ളേരുടെ അടുത്താണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. കാര്യം ബാക്കിയുള്ളവർക്കൊക്കെ തന്നെ അറിയാം ഈ ഞാൻ പറയുന്ന കേസ്. അപ്പോൾ ഞങ്ങളൊക്കെ വെള്ളം കയറാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. കാര്യം വള്ളം കളിക്കുക. ഈ ട്യൂബിലൊക്കെ ഈ പറഞ്ഞ രീതിയിൽ അതിലൊക്കെ കയറിയിരുന്നിങ്ങനെ തുഴഞ്ഞൊക്കെ പോവും. വാഴയുടെ തണ്ട് അങ്ങനെയുള്ള സാധനത്തിലൊക്കെ കയറിപ്പോവും. ഇതൊക്കെ നമ്മുടെ 90 കാലത്തിലെ പിള്ളേർക്ക് ഇതൊക്കെ ഒരു അഡ്വഞ്ചർ തിങ്ങാട്ടോ. അപ്പം അന്നിങ്ങനെ വെള്ളത്തിൽ ഒഴി പോകും, അങ്ങനെയുള്ള പരിപാടി. കാര്യം നീന്തൽ എല്ലാവർക്കും അറിയാം, അത്ര എക്സ്പേർട്സ് എന്ന് പറയുമ്പോൾ അതേ രീതിയിലുള്ള എക്സ്പേർട്സ്. വെറുതെ ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ പോയി നീന്തൽ പഠിച്ചവരല്ല, ഒഴുക്കിൽ നീന്തി പഠിച്ചവർ. അപ്പം പറഞ്ഞു വന്ന് അതിങ്ങനെ എല്ലാ തവണയും പ്രാർത്ഥിക്കുമായിരുന്നു. എന്ത് ചെയ്താൽ വെള്ളം കയറുക. അതായത് നമ്മൾ പ്രാർത്ഥിക്കും ഭയങ്കര വെള്ളം കയറി വരും, പക്ഷേ വെള്ളം ഇറങ്ങിപ്പോവും. ഇതാണ് അന്നത്തെ പ്രശ്നം എന്ന് അന്ന് തോന്നിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ തോന്നുന്നത്. 2018 കഴിഞ്ഞ പിന്നെ ഇത് കഴിഞ്ഞ് ഞാൻ ഓർക്കുന്നില്ല കറക്റ്റ് എപ്പോഴാണെന്നൊക്കെ. പക്ഷേ ഇത് കഴിഞ്ഞ് ഏതോ ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പണ്ട് നമ്മുടെയൊക്കെ ആ ഒരു നമ്മുടെയൊക്കെ പറമ്പ് ഇച്ചിരി ഏരിയ ഇങ്ങനെ ഉണ്ട് പുറകോട്ട്. അപ്പം അവിടെ ഇങ്ങനെ ഒരു തോട്ടിൽ നിന്ന് വെള്ളം ഇങ്ങനെ നിറഞ്ഞു വന്ന് അങ്ങനെയാണ് വെള്ളം കയറുന്നത്. പക്ഷേ ഈ പറമ്പിലോട്ട് നമ്മുടെ ആദ്യം കയറും, അത് കഴിഞ്ഞ് കുറേ വന്നു കഴിഞ്ഞാലാണ് വീട്ടിലോട്ട് കയറും. ഇത് ആക്ച്വലി പറമ്പിൽ പിന്നീട് ഫ്രീക്വൻസി കൂടി വന്നു. പറമ്പിൽ കയറാൻ തുടങ്ങി ചെറുതായിട്ട്. അത് കഴിഞ്ഞ് പതുക്കെ വീടിൻ്റെ ഫ്രണ്ട് വരെ വരാൻ, എന്നാലും വീടിൻ്റെ അകത്തോട്ടൊന്നും കയറില്ല, ആ ഫ്രണ്ട് വരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വള്ളം കളിക്കാം. കാര്യം റോട്ടിലോട്ട് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ വള്ളം ഇറക്കാം. അപ്പം ഇതെന്ത് ചെയ്ത് കഴിഞ്ഞാൽ
ഇതിങ്ങനെ നേരത്തെ എന്ത് ചെയ്താൽ നടക്കില്ലായിരുന്നു, വല്ലപ്പോഴും അത് 5 കൊല്ലം കൂടുമ്പോൾ ഒരിക്കൽ പറമ്പിൽ വന്നാൽ ഒന്നൊന്നായി. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൂടി ഓരോ കൊല്ലം കഴിയുമ്പോൾ ഫ്രീക്വൻസി കൂടി വരികയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നത് 2002 മുമ്പ് തന്നെ ഏതാണ്ടൊരു ഒരു വെള്ളം വന്നായിരുന്നു. പക്ഷേ 2002 എന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ഒരു വലിയ വെള്ളം വന്നു, അത് വീടിൻ്റെ അകത്തൊക്കെ കയറി ആക്ച്വലി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആ ഒരു സമയം തൊട്ട് എന്താണ് വെള്ളം ഇങ്ങനെ ഓരോ കൊല്ലവും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 2018 വെള്ളം എന്ന് പറഞ്ഞാൽ അങ്ങ് കുറച്ച് നാൾ കഴിഞ്ഞു. വീടിൻ്റെ മുകളിലത്തെ ഭാഗമുണ്ടല്ലോ, ഈ മറ്റേ റൂഫിങ്, അത് ഫസ്റ്റ് നല്ല ഫുള്ള് മുങ്ങി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വെള്ളം കയറുമ്പോൾ പകുതിയൊക്കെയാണ് ഭിത്തിയിൽ വെള്ളം, അതിൻ്റെ ചെളി കാണുള്ളൂ. ഇതും മുകളിലത്തെ ഈ റൂഫിങ് വരെ കഴിയേണ്ട അവസ്ഥയായി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതിലൊരു മാറ്റം കണ്ടത് ഒരു കുറച്ച് കൊല്ലമായി മാറ്റം കണ്ടു തുടങ്ങിയിട്ട്. പക്ഷെ ആ മാറ്റം കണ്ടത് എപ്പോഴാണെന്ന് ഞാൻ പറയാം. ഇതിങ്ങനെ ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ കുറച്ച് പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നികത്തി, ഓക്കെ ഫൈൻ. അപ്പോഴൊന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ മാറ്റം ഒറിജിനലായിട്ട് വന്നത് എപ്പോഴാണെന്ന് ഞാൻ പറയാം. മാറ്റം ഒറിജിനലായിട്ട് വന്നത് ഇവിടെ നമ്മുടെ സ്ഥലം മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴയിൽ ചെക്ക് ഡാം എന്ന് കിട്ടിയോ അന്ന് തൊട്ട് മാറ്റം തുടങ്ങിയതാണ്. അപ്പം ഈ 2018 വെള്ളം കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഡീപ്പായിട്ടൊന്ന് പഠിക്കുന്നത്. അപ്പം ചെക്ക് ഡാം കെട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ പണ്ട് തൊട്ട് പുഴ പോകുന്നതാണല്ലോ, അപ്പോൾ നമുക്കറിയാമല്ലോ എന്ത് ചേഞ്ചാണ് നമ്മൾ കണ്ടത്. ചെക്ക് ഡാം കെട്ടിയ പിന്നെ പുഴയിലെ വെള്ളം കുറയുന്നില്ല. അതായത് ഇപ്പോൾ മൂവാറ്റുപുഴയൊക്കെ പണ്ട് പോയവർ അറിയാവുന്ന അവർക്കൊക്കെ അറിയാം, മണലായിരിക്കും ഫുള്ള്. സമ്മർ സീസണിൽ ഓടിക്കളിക്കാം മണലിക്കടെ, നടുക്ക് ഫുള്ള് മണൽ. കുറച്ച് നമ്മൾ ഇറങ്ങണ സ്ഥലത്ത് ഒരു സ്വല്പത്തിന് വെള്ളം കാണും, അത് നമ്മുടെ മുട്ടിന് വെള്ളമൊക്കെ കണ്ടാൽ മാക്സിമം സമ്മർ സീസണിലുള്ള കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞ് കുറേ നേരം മണലിങ്ങനെ എന്ന് പറഞ്ഞാൽ ചില കടയിൽ ചില കടവിൻ്റെയൊക്കെ പേര് മണൽക്കടവ്, അങ്ങനെയൊക്കെയാണ് ചില കടവിൻ്റെ ഒരു പേര്. ഇതിന് ശേഷം കുറച്ച് സ്ഥലത്ത് കുളിക്കാനൊക്കെ പറ്റും. അപ്പം നമ്മളൊക്കെ പണ്ട് നടന്ന് പോയി അപ്പുറത്ത് പോയാണ് കുളിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഇവിടെ ഒന്നും കുളിക്കാൻ പറ്റില്ല. കാരണം മുട്ടിന് വെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല, അതുപോലെ കെട്ടിക്കിടക്കണ വെള്ളമല്ലേ. അപ്പോൾ അപ്പുറത്താണ് ഈ ചെക്ക് ഡാം വന്നേ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴുക്ക് തന്നെ. അതായത് ഒഴുക്ക് തന്നെ എന്നല്ല, ഇത് ഫില്ല് ചെയ്ത്, അതായത് ഈ സമ്മർ സീസൺ വന്നു കഴിഞ്ഞാൽ മണൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പം സമ്മർ സീസൺ മൂവാറ്റുപുഴ ഒരു സ്ഥലത്ത് മണൽ കാണാൻ പറ്റില്ല, ഫുള്ളിങ്ങനെ വെള്ളം കവർ ചെയ്തെടുക്കുകയാണ്. അപ്പം അതൊന്ന്. 2, പണ്ട് എനിക്കൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്, എല്ലാ പിള്ളേരും ചെയ്യാറുള്ളതായിരിക്കും, നല്ല തെളിനീര് പോലത്തെ വെള്ളം. അപ്പം വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് ഞാൻ കണ്ണു തുറക്കും, മനസ്സിലായി? വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് കണ്ണു തുറന്നു കഴിഞ്ഞാൽ ഈ പരലൊക്കെ നീന്തി കിടക്കണം നമുക്ക് കാണാം. അപ്പോൾ അത്രയ്ക്ക് ക്ലിയർ വാട്ടറായിരുന്നു, നല്ല ഒഴുക്ക് വെള്ളത്തിന്. പക്ഷേ അതും പോയി. സംഗതി എന്നാണ്, ഒഴുക്കും നിന്നു. ഒഴുക്ക് തീരെ കുറഞ്ഞു. വെള്ളം കൂടുതലുണ്ട്, പക്ഷേ ഒഴുക്ക് തീരെ കുറഞ്ഞു. അത് 2ാമത്തെ ചേഞ്ച്. 3ാമത്തെ ചേഞ്ച്, വെള്ളം കലക്ക വെള്ളമാണ് ഇപ്പോൾ വരുന്നത്. ഭയങ്കര സെഡിമെൻറ്റേഷൻ എന്ന് പറയും, അതാണ്. അപ്പോൾ കലക്ക വെള്ളം, അത് 3ാമത്തെ ചേഞ്ച്. ഇനി 4ാമത്തെ ചേഞ്ചാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ചേഞ്ച്, ഐലൻഡ് ഫോർമേഷൻ. അതായത് പുഴയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ ചെറിയ തുരുത്തുകൾ പോലെ ഉണ്ടാകാൻ തുടങ്ങി. ഇനി ഇതിന് കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, ഞാൻ സെർച്ച് ചെയ്തിരുന്നു. അപ്പം സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായതാണ്, ഈ ചെക്ക് ഡാം വരുമ്പോഴേക്കും വെള്ളത്തിൻ്റെ സ്പീഡ് കുറയും. കാരണം ഷട്ടറില്ലാത്ത ഡാംസാണ് പല ചെക്ക് ഡാമുകളും. ആ ചെക്ക് ഡാം ഒന്നൊന്നും അല്ല, പല സ്ഥലത്തുണ്ട്. അപ്പോൾ സ്പീഡ് കുറയും, സെഡിമെൻറ്റേഷൻ നടക്കും. സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഊറി ഇങ്ങനെ ഇത് സ്പീഡ് കുറവല്ലേ മറ്റേ ഒഴുകിന്, അന്നേരത്തേക്ക് ഇങ്ങനെ ഊറി നിലത്ത് ഇങ്ങനെ. അപ്പോൾ ചെളിയാണ്, ഇപ്പം നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ ചെളിയാണ്, പണ്ട് അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ നടക്കും. അങ്ങനെ നടന്നു കഴിയുമ്പോഴേക്കും മണ്ണ് പൊങ്ങും, പുഴയുടെ ഡെപ്ത് കുറയും. ഇൻഫാക്റ്റ് റിസർച്ച് പ്രകാരം എന്തോ 10-20 അടി മൂവാറ്റുപുഴയിൽ ഫുള്ള് മറ്റേ പൊങ്ങിയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ 10 അടി ഇപ്പോൾ താഴെ വെള്ളം കിടക്കണം എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും ശരിക്കും മണലായിരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ പ്രകൃതി ആയിട്ട് തന്നെ. അപ്പോൾ അതങ്ങനെയല്ല. ഇതാണ് വെള്ളം കയറാനുള്ള ശരിക്കുള്ള കാര്യം. ഈ ഡാം എന്ന് പറയുന്നതിനേക്കാൾ പക്ഷേ ഇമ്പോർട്ടൻ്റ് ഡേഞ്ചറസ് ആയിരിക്കും ചെക്ക് ഡാം. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ മണൊക്കെ എടുത്ത് കളഞ്ഞിട്ട്, മണൽവാരലും നിർത്തി, അത് ഏറ്റവും വലിയ കുഴപ്പം, മണൽവാരം നിർത്താൻ പാടില്ലായിരുന്നു. അപ്പോൾ ഇത് എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ ചെക്ക് ഡാമൊക്കെ പൊളിച്ച് സാധാരണ രീതിയോടെ നേച്ചർ എങ്ങനെയാണോ അതിലോട്ട് തിരിച്ച് കൊണ്ടുവരാതെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശരിയാവില്ല. മുല്ലപ്പെരിയാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയായിരുന്നു, മുല്ലപ്പെരിയാർ പോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ് ഇവിടുത്തെ പല ചെക്ക് ഡാം. നമ്മുടെയൊക്കെ പുഴയിൽ എന്തോരം